തക്കലയിലെ രൂപത സന്ദർശനത്തിനായിട്ട് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മലങ്കര ഓർത്തഡോക്സ് ചർച്ച് കാണുവാനിട വന്നത്. ഡ്രൈവറുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടെന്നും തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായതാണെന്നും AD 63 ഇത് സ്ഥാപിതമായത്, അതിന്റെ പൗരാണികതയൊക്കെ ഞങ്ങളോട് പറഞ്ഞു നൽകിയത്. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഈ ഒരു മലങ്കര ദേവാലയം ഒന്ന് കയറി കാണാമെന്നുള്ള രീതിയിൽ. ഏതായാലും ഇവിടെ ഞങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. സാധാരണ രീതിയിൽ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് എത്തിച്ചേരുന്ന ആരും തന്നെ ഈ ഒരു ചർച്ചിലേക്ക് പോകാറില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഈ ഒരു ദേവാലയം കയറി കാണാം, അതിനുശേഷമാകാം മുന്നോട്ടുള്ള മറ്റു യാത്രകൾ എന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ആധുനിക ലോകത്തിൻ്റെതായ മോഡിഫിക്കേഷൻസ് എല്ലാം ഇപ്പോൾ ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. എങ്കിലും ആദ്യ കാലഘട്ടത്തിലെ ദേവാലയം അതേപടി സൂക്ഷിച്ചുകൊണ്ടാണ് ഇതിന്റെ മോഡിഫിക്കേഷൻ ഒക്കെ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം അകത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. AD 52 മാർത്തോമാ ശ്ലീഹ കൊടുങ്കല്ലൂരിൽ വന്ന് ഇറങ്ങിയത്. അതിനുശേഷം ഈ ഭാഗത്തുള്ളവർക്ക് മാമോസ നൽകുകയും ക്രൈസ്തവ വിശ്വാസം ഈ ഭാഗത്തുള്ളവർ സ്വീകരിച്ചു എന്നുള്ള കാര്യമാണ് ഇവിടത്തെ വികാരിസിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മലങ്കര ദേവാലയമാണ്. അതിൻ്റെതായ പ്രൗഢിയോടുകൂടിയാണ് ഈ ദേവാലയം ഉയർന്നു നിൽക്കുന്നത്. AD 63 ഇതിന്റെ സ്ഥാപിതം എന്ന് കയറി വരുന്ന എൻട്രൻസ് ഭാഗത്ത് തന്നെ എഴുതി വച്ചിരിക്കുന്നത്. ആ ലേഖനം ശിലാഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദേവാലയത്തിന്റെ ഉൾഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോമാസ് ശ്ലീഹായ സ്ഥാപിതമായ ആ കുരിശാണ് ഇവിടെ ആധുനികതയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ ഇപ്പോഴും അവർ കാത്തുസൂക്ഷിച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തോട് അനുബന്ധിച്ചുള്ള പെസ്പിറ്ററിയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക. മലയാളത്തിൽ പറഞ്ഞാൽ വൈദിക മന്ദിരം, ബൃഹത്തായ ഒരു വൈദിക മന്ദിരം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നിലകൊള്ളുന്നത്. ധാരാളം ആളുകള്, പ്രത്യേകിച്ച് മലങ്കര വിശ്വാസികൾ എത്തിച്ചേരുന്ന ഒരു ദേവാലയവും തീർത്ഥാടന കേന്ദ്രവും ഒക്കെ ആയതുകൊണ്ടാവാം ഇത്രമാത്രം ബൃഹത്തായ ഒരു വൈദിക മന്ദിരം ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദേവാലയത്തിന്റെ ചുറ്റുപാടും നടന്നു നീങ്ങുമ്പോൾ മുഴുവൻ കരിങ്കല്ലിലാണ് ഇതിന്റെ നിർമ്മിതികൾ പൂർണ്ണമായിട്ടും നടത്തിയിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ആധുനികവൽക്കരിച്ചുകൊണ്ടാണ് ഈ ദേവാലയത്തിന്റെ പുനർനിർമ്മാണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഒരു കിണറുമുണ്ട്. ഈ കിണർ അത്ഭുത കിണർ എന്നുള്ള പേരിലാണ് പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നത്. 2000 വർഷത്തിന്റെ ഒരു പാരമ്പര്യം ഈ കിണറിന് അവർ അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഇട്ടിരിക്കുന്ന നേർച്ചപ്പണവും നമുക്ക് ഈ ഒരു കിണറിന്റെ മുകൾ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഏതാനും പുരാതന കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശന വസ്തുവായിട്ട് അവർ വെച്ചിരിക്കുകയാണ്. പൗരാണികത ഏറെ അടങ്ങിയിരിക്കുന്ന ഈ ദേവാലയത്തിൽ ഏറ്റവും ആദ്യമായിട്ടാണ് ഞാൻ എത്തിച്ചേരുന്നത്. പല പ്രാവശ്യം ഞാൻ തക്കല രൂപത സന്ദർശിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദേവാലയ സന്ദർശനം ആദ്യമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. അതും ഞങ്ങളുടെ ഡ്രൈവറുടെ നിർദ്ദേശപ്രകാരം മാത്രം.